ആദ്യം തന്നെ നമുക്ക് ഒരു OHP ഷീറ്റ് എടുത്തിട്ട് അതിനെ നമുക്ക് ഒരു കോൺ ഷേപ്പിൽ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ എഡ്ജസിലുള്ള അധികമായിട്ടുള്ളതെല്ലാം കട്ട് ചെയ്ത് ഒന്ന് നമ്മൾ ടേബിളിൽ വയ്ക്കുമ്പോഴേക്കും ഇരിക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അതിനെ ഒന്ന് ഉളൻ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കാം. ഗ്രീൻ കളർ ഉളൻ ത്രെഡാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നല്ല രീതിയിൽ സർക്കിൾ ഷേപ്പിലായിട്ട് ചുറ്റിയെടുക്കുക. നമ്മൾ കോൺ ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുക്കുക. ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് എടുക്കാൻ നോക്കുക. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഒരിക്കലും ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണിത്. അതുപോലെ തന്നെ കുട്ടികൾ മറക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഉളൻ ത്രെഡ് ചുറ്റുന്ന ഫസ്റ്റ് എൻഡിൽ ഒരു സെലോ ടേപ്പ് ഒട്ടിക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് എൻഡിലും ഒരു സെലോ ടേപ്പ് ഒട്ടിച്ച് സെക്യൂർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അത് ഇളകി പോകും. അത് കാരണം നമുക്കതിനെ ഒട്ടിച്ചെടുക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഗിഫ്റ്റായിട്ടും കൊടുക്കാവുന്നതാണ്. ഈ ക്രിസ്മസിന് ഒരു ചെറിയ ഗിഫ്റ്റായിട്ട് വേണമെങ്കിൽ ഇത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് സീക്വൻസും പേൾസും ബീഡ്സൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എന്താണോ അതൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അതുപോലെ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ക്ഷമിക്കുക. അതുപോലെ നിങ്ങൾക്കാർക്കും ഒരു നഷ്ടമില്ലാത്ത ഒരു ഹെൽപ്പ് കൂടി എനിക്ക് വേണ്ടി ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഫൈനൽ ലുക്കും കൂടി ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അതുപോലെ ചെയ്ത് നോക്കാനും ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ.